ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സേമിയ വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ്. നമുക്ക് വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഇതിന്. എന്നാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. നമ്മളെ നാട്ടിലൊക്കെ ഇതിന് സേമിയ ഉറപ്പിച്ചതെന്നാണ് പറയുക. ചിലർ സേമിയ കേസരി, അതുപോലെ സേമിയ കേക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം പശു നെയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് പകുതിയാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ആ ഒരു നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് പകുതി വെളിച്ചെണ്ണയും പകുതി നെയ്യായിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ അല്ലാതെ ഡാൽഡ വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് നെയ്യ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലേക്കൊരു 100 ഗ്രാം സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വറുക്കാത്ത സേമിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വറുത്ത സേമിയ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്നിങ്ങനെ വറുത്തെടുക്കുകയാണ്. നല്ലൊരു ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്നിങ്ങനെ വറുത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് വറുത്ത സേമിയ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ കുറച്ച് സമയം ഒന്നിങ്ങനെ ആദ്യം ഈ ഒരു നെയ്യിലൊന്നിങ്ങനെ വറുത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് സമയം ഒന്ന് അതിൻ്റെ ഒരു നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കുമായിട്ടൊന്നിങ്ങനെ വറുത്ത് കൊടുത്താൽ മതി. അപ്പോൾ വറുക്കാത്ത സേമിയ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ആ ഒരു നെയ്യിലൊന്നും കിടന്നിങ്ങനെ ഒന്ന് ഫ്രൈ ആവുന്ന വരെ ഒന്ന് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ആ ഒരു തീരെ കനം കുറഞ്ഞിട്ടുള്ള ഒരു സേമിയ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഇങ്ങനെ കുറച്ചൊരു വണ്ണുള്ള ടൈപ്പ് സേമിയാണ്. നമ്മൾ സേമിയ വറുക്കുന്ന സമയത്ത് ചെറിയ തീയിൽ തന്നെ ഇട്ട് വറുത്ത് കൊടുക്കുക. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു സേമിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിമ്മിലാക്കിയിട്ടൊന്നിങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്നിങ്ങനെ വേറൊരു ഇതിലേക്ക് മാറ്റാം. ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ ബാക്കി ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മാറ്റുന്നത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറുത്ത ഒരു ഇത് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സേമിയ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്നിങ്ങനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ഏലക്കായ ചതക്കിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ പാല് തിളയ്ക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ. ഞാനത് മറന്നുപോയി. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇനി ഏലക്കായുടെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിങ്ങനെ പാലും വെള്ളവും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഏലക്കായുടെ തൊലിയൊന്നും ഞാൻ മാറ്റുന്നുണ്ട്. കാരണം അത് കടിക്കുമ്പോൾ അത്രക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സേമിയ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇട്ട സമയത്ത് തന്നെ അത് ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ചൊരു യെല്ലോ കളറും കൂടെ ഒന്നിങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കേസരിയുടെ ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കളർ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കളറൊന്നിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റ് ഒന്നിങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ട് അതിൽ ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ ആ സമയത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ട നട്ട്സൊക്കെ ഒന്നിങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനൊരു 3-4 കാഷ്യൂനട്ട്, പിന്നെ അതുപോലെ 2-3 ബദാം, കുറച്ച് ഉണക്കമുന്തിരി, അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാഷ്യൂനട്ടും ബദാമൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് നെയ്യ്ക്ക് പകരം വേണമെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാം. തീരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, ആ നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളിത് നന്നായിട്ടൊന്നിങ്ങനെ വറുത്തെടുത്തിട്ട് നമ്മൾ ഇതും കൂടെ നമ്മൾ നേരത്തെ വേവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. നമ്മൾ അതിലുള്ള ഒരു നെയ്യ് അടക്കമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മാറ്റുന്നത് എനിക്ക് വീഡിയോയിൽ എടുക്കാൻ കഴിഞ്ഞില്ല, മറന്നുപോയി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിലൊരു വെള്ളമൊക്കെ വറ്റിപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യണം കേട്ടോ. അല്ലാതെ ഇനിയും ഇങ്ങനെ ഒരുപാട് നമ്മൾ സമയം വേവിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞിട്ട് കട്ട പിടിക്കും. അപ്പോൾ ഈ ഒരു കറക്റ്റ് സമയത്ത് തന്നെ നമുക്കിത് പെട്ടെന്ന് ഈ ഒരു ബൗളിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ തന്നെ നമുക്ക് ചൂടോട് കൂടി സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ഉറപ്പിച്ചിട്ടുള്ള ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പാത്രത്തിലാണോ ഇതിങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സ്റ്റീലിൻ്റെ പാത്രം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു പ്ലേറ്റ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ കുറച്ചൊരു നെയ്യ് തടവിയിട്ടൊന്നിങ്ങനെ കൈകൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഫുള്ളായിട്ട് ആ ഒരു ഇത് മാറ്റിയിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. ആ സമയത്തൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അതൊക്കെ ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിതൊരു 5-6 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ മതി. നന്നായിട്ടൊന്നിങ്ങനെ അടച്ചിട്ടൊന്നിങ്ങനെ പുറത്ത് തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിതുപോലെ അതിൻ്റെ ഒരു സൈഡ് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു സ്പൂണിൻ്റെ ഒരു ബാക്കിലോ അല്ലെങ്കിൽ ഒരു കത്തിയൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ സൈഡിലൊന്നിങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇതിലേക്ക് വിട്ട് കിട്ടും.
കാരണം നമ്മളതിൽ ബട്ടറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു പ്ലേറ്റിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഒന്നിങ്ങനെ കമഴ്ത്തി കൊടുക്കുകയാണ്. അങ്ങനെ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സേമിയ ഉറപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിന് നല്ലൊരു മധുരവും നെയ്യൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ പാലൊക്കെ നമ്മൾ ഇത്രയും ചേർത്താൽ മതിയിട്ട്. ഒരു 3 ഗ്ലാസ്സിന് ഞാനൊരു 3/4 ഗ്ലാസ്സാണ് ചേർത്തിട്ടുള്ളത്. ഒരുപാട് ചേർക്കുമ്പോൾ ഒരു പായസത്തിൻ്റെ ടേസ്റ്റിലേക്കാണ് ഇത് മാറുക. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ വേവിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പാൽ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സേമിയ ഒരു ടേസ്റ്റൊക്കെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് വരിക. ഞാനിതിൻ്റെ മേലെ കുറച്ച് വെള്ള എള്ളും കൂടെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള സേമിയ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എപ്പോഴും പായസം കഴിച്ചിട്ട് ഇങ്ങനെ മടുക്കുന്ന സമയത്ത് അത് ഇതുപോലെ കുറച്ച് ഒരു പാലിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ.